നമസ്കാരം. 2025 IPL സീസണിലെ 2 മത്സരങ്ങളിലും പരാജയപ്പെട്ട രാജസ്ഥാൻ റോയൽസ് മൂന്നാമത്തെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തകർത്ത് വിജയ വഴിയിലേക്ക് തിരിച്ചെത്തിയിരുന്നു. ഗുവാഹത്തിയിൽ നടന്ന മത്സരത്തിൽ 6 റൺസിന്റെ ത്രില്ലിംഗ് ജയമാണ് CSKക്കെതിരെ റോയൽസ് നേടിയത്. നിലവിൽ 3 മത്സരങ്ങളിൽ 2 പോയിന്റ് മാത്രമുള്ള രാജസ്ഥാൻ ലീഗ് പട്ടികയിൽ 9ാം സ്ഥാനത്താണുള്ളത്. ഈ മാസം 5-ാം തീയതി കരുത്തരായ പഞ്ചാബ് കിങ്സിനെതിരെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത മത്സരം. സീസണിലെ ആദ്യ 2 മത്സരങ്ങളിലും ജയം നേടിയ പഞ്ചാബ് കിങ്സ് ഉജ്ജ്വല ഫോമിലാണ് ഈ മത്സരത്തിനിറങ്ങുന്നത്. അവസാന മത്സരത്തിൽ കളിച്ച തന്ത്രങ്ങളിൽ സുപ്രധാന മാറ്റങ്ങളുമായാകും രാജസ്ഥാൻ റോയൽസ് അടുത്ത മത്സരത്തിനിറങ്ങുക. ക്യാപ്റ്റൻസിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വരുന്നത്. സഞ്ജു സാംസന്റെ ഫിറ്റ്നസ് പ്രശ്നങ്ങളെ തുടർന്ന് റിയാൻ പരാഗ് ആയിരുന്നു ആദ്യ 3 കളികളിലും റോയൽസിനെ നയിച്ചിരുന്നത്. എന്നാൽ നിലവിൽ വിക്കറ്റ് കീപ്പറാകാനുള്ള ഫിറ്റ്നസ് ക്ലിയറൻസ് ലഭിച്ചതോടെ സഞ്ജു അടുത്ത മത്സരത്തിൽ ടീമിന്റെ ക്യാപ്റ്റൻസിയിലേക്കും തിരിച്ചെത്തും. നായകസ്ഥാനത്തേക്ക് സഞ്ജു തിരിച്ചെത്തുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും. വനിന്ദു ഹസരംഗയ്ക്ക് ബാറ്റിംഗ് ഓർഡറിൽ പ്രൊമോഷൻ നൽകുന്ന രാജസ്ഥാൻ റോയൽസിന്റെ സ്ട്രാറ്റജിയിലും മാറ്റം വന്നേക്കും. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ബാറ്റിംഗ് ഓർഡറിൽ പ്രൊമോഷൻ ലഭിച്ച ഹസരംഗയ്ക്ക് 2 മത്സരങ്ങളിലും തിളങ്ങാൻ സാധിച്ചിരുന്നില്ല. 7ാം നമ്പറിലോ 8ാം നമ്പറിലോ താരത്തെ ബാറ്റിംഗിന് ഇറക്കുന്നതായിരിക്കും റോയൽസിന് നല്ലത്. ഇമ്പാക്ട് പ്ലെയറുടെ കാര്യത്തിലും മാറ്റം വരും. കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു സാംസണിന് പകരം കുമാർ കാർത്തികേയെ ആയിരുന്നു രാജസ്ഥാൻ റോയൽസ് ഇമ്പാക്ട് പ്ലെയറായി ഇറക്കിയത്. എന്നാൽ ഈ യുവ സ്പിന്നർക്ക് ആകെ 1 ഓവർ മാത്രമാണ് റോയൽസ് നൽകിയത്. ആദ്യ 3 കളികളിലും അവസരം ലഭിക്കാതിരുന്ന വലം കൈയ്യൻ പേസറായ ആകാശ് മധ്വാൾ അടുത്ത മത്സരത്തിൽ ഇമ്പാക്ട് പ്ലെയറായി കളിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ക്യാപ്റ്റൻ സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും ചേർന്നാകും ഈ മത്സരത്തിലും രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുക. ആദ്യ 3 മത്സരങ്ങളിലും നിരാശപ്പെടുത്തിയ ജയ്സ്വാളിൽ നിന്ന് മികച്ച തിരിച്ചുവരവാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. 3ാം നമ്പറിൽ നിതീഷ് റാണ തന്നെ ഇറങ്ങും. ചെന്നൈക്കെതിരെ 36 പന്തിൽ 81 റൺസായിരുന്നു നിതീഷ് അടിച്ചു കൂട്ടിയത്. റിയാൻ പരാഗ്, ധ്രുവ് ജുറേൽ, ഷിംറോൺ ഹെറ്റ്മേയർ എന്നിവർക്ക് മധ്യനിരയിൽ സ്ഥാനം ഉറപ്പാണ്. പരാഗ്, ഹെറ്റ്മേയർ എന്നിവരും ഈ കളിയിൽ ഫോമിലേക്ക് മടങ്ങിയെത്തേണ്ടത് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് അനിവാര്യമാണ്. വനിന്ദു ഹസരംഗയും മഹീഷ് തീക്ഷ്ണയുമാകും സ്പിൻ നിരയിൽ അണിനിരക്കുക. ജോഫ്ര ആർച്ചർ നയിക്കുന്ന പേസ് നിരയിൽ സന്ദീപ് ശർമ്മ, തുഷാർ ദേശ്പാണ്ഡെ എന്നിവരും കളിക്കുന്നതായിരിക്കും. ഇമ്പാക്ട് താരമായി ആകാശ് മധ്വാൾ എത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. ഇനി രാജസ്ഥാൻ റോയൽസിന്റെ സാധ്യത 11 എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ക്യാപ്റ്റൻ വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസൺ ഉണ്ടാകും. യശസ്വി ജയ്സ്വാൾ, നിതീഷ് റാണ, റിയാൻ പരാഗ്, ധ്രുവ് ജുറേൽ, ഷിംറോൺ ഹെറ്റ്മേയർ, വനിന്ദു ഹസരംഗ, ജോഫ്ര ആർച്ചർ, മഹീഷ് തീക്ഷ്ണ, സന്ദീപ് ശർമ്മ, തുഷാർ ദേശ്പാണ്ഡെ എന്നിവരായിരിക്കും ആദ്യ 11 ഉണ്ടാവുക. അതുപോലെ തന്നെ ഇമ്പാക്ട് താരമായിട്ടുണ്ടാകുന്നത് ആകാശ് മധ്വാൾ അല്ലെങ്കിൽ ശുഭം ദുബെ എന്നിവരിൽ ഒരാളാകും.